ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മടങ്ങിവരവിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയായിരുന്നു. ഇന്ന് മറ്റൊരു തിരിച്ചുവരവിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ആധ്യാത്മികത എവിടെ അടിസ്ഥാനമിട്ടതായിരിക്കണമെന്ന് ബ്രദർ നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. ആധ്യാത്മികതയ്ക്കൊരു അടിസ്ഥാനമുണ്ടായിരിക്കണം, അത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്ന് അദ്ദേഹം ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് നന്നായിട്ട് ശ്രവിക്കാം. അദ്ദേഹത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗങ്ങളിലെ കുറവുകളെ പരിഹരിക്കുവാനുള്ള അവസരമാണിത്. ധ്യാനകേന്ദ്രങ്ങളും ധ്യാനഗുരുക്കന്മാരുമൊക്കെ കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലിയിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിലേക്കുള്ള ആ കേന്ദ്രീകൃതമായ ജീവിതം നമുക്ക് അന്യമായി പോയൊരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ബ്രദർ നമുക്ക് നൽകും. അത് കേട്ടുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാനുള്ള ആത്മാർത്ഥമായ കൃപയ്ക്ക് വേണ്ടി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മകൾ ദിവ്യവരങ്ങൾ സദ്ഗുണമെല്ലാം ഞങ്ങൾക്കായി ദിനമനു നൽകിയ അനുഗ്രഹമേകും പാവന റൂഹായേ സ്തോത്രമേകുന്നു, ഞങ്ങൾ സ്തോത്രമേകുന്നു. ജീവിത നന്മകൾ ദിവ്യവരങ്ങൾ സദ്ഗുണമെല്ലാം ഞങ്ങൾക്കായി ദിനമനു നൽകിയ അനുഗ്രഹമേകും പാവന റൂഹായേ സ്തോത്രമേകുന്നു, ഞങ്ങൾ സ്തോത്രമേകുന്നു. പകർന്നിടുമാത്മാവേ ആലോചനതരുമാത്മാവേ ജീവിത നന്മകൾ ദിവ്യവരങ്ങൾ സദ്ഗുണമെല്ലാം ഞങ്ങൾക്കായി ദിനമനു നൽകിയ അനുഗ്രഹമേകും പാവന റൂഹായേ സ്തോത്രമേകുന്നു, ഞങ്ങൾ സ്തോത്രമേകുന്നു. മനക്കരുത്തേകും റൂഹായേ ഭക്തിയേകും റൂഹായേ ദൈവഭയം തരും റൂഹായേ സ്നേഹം നൽകും റൂഹായേ ജീവിത നന്മകൾ ദിവ്യവരങ്ങൾ സദ്ഗുണമെല്ലാം ഞങ്ങൾക്കായി ദിനമനു നൽകിയ അനുഗ്രഹമേകും പാവന റൂഹായേ സ്തോത്രമേകുന്നു, ഞങ്ങൾ സ്തോത്രമേകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് തിരിച്ചറിവുകളെക്കുറിച്ചാണ്, തിരിച്ചറിവിനെക്കുറിച്ചാണ്. തിരിച്ചറിവ് ലഭിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്
തിരിഞ്ഞു നടക്കണം. എവിടേക്കാണോ എന്തൊക്കെയാണോ അവന് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടതിലേക്കൊക്കെ അവൻ തിരിച്ചു വരേണ്ടതാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു നടക്കണം. ഞാൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സഭയിലും കുടുംബങ്ങളിലും ഒത്തിരിയേറെ നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി നമ്മൾ കണ്ടിരുന്നത് ഒന്നാമതായി നമ്മുടെ ഇടവക ദേവാലയവും, നമ്മുടെ ഇടവക ദേവാലയവും, അതോടൊപ്പം തന്നെ വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടിരുന്ന ഒന്നാണ് നമ്മളുടെ കുടുംബങ്ങളും. ധാരാളം ദൈവവിളികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള തലമുറയുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഞായറാഴ്ച കുർബാന മാത്രമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഞായറാഴ്ച കേൾക്കുന്ന വേദോപദേശം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആത്മീയതയുടെ ഭക്ഷണമായി ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയും അന്ന് ലഭിക്കുന്ന വേദോപദേശവും ഒരു ക്രൈസ്തവ കുടുംബത്തെ, ക്രൈസ്തവ ജീവിതത്തെ ഒത്തിരിയേറെ ഉത്ബോധിപ്പിച്ചു, ശക്തിപ്പെടുത്തി. സംശയമില്ലാത്ത കാര്യമാണ്. കുടുംബങ്ങളിൽ സന്ധ്യപ്രാർത്ഥന ഉണ്ടായിരുന്നു. കുടുംബം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു. എത്ര തിരക്കാണെങ്കിലും, എത്ര ജോലിയുണ്ടെങ്കിലും, എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും വൈകിട്ട് സന്ധ്യമണി അടിക്കുമ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുന്ന ഒരു ശീലം നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞായറാഴ്ച മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു. കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായും കാളവണ്ടിയിലുമൊക്കെയായി അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കടന്നുപോയി. എന്നാൽ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഇതിനുണ്ട് നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇടവക ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമാണ് എന്ന സത്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ നമ്മളൊക്കെ തയ്യാറായിരിക്കുന്നു. ഇടവക പള്ളിയേക്കാൾ ഉപരിയായി ധ്യാന കേന്ദ്രങ്ങളും കുടുംബത്തേക്കാൾ ഉപരിയായി ധ്യാന ഗുരുക്കന്മാരും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. ഹല്ലേലൂയ. നവീകരണ കാലഘട്ടം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവ് കത്തോലിക്ക സഭയ്ക്ക് നൽകിയ, കത്തോലിക്ക സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഏറ്റവും മഹനീയമായ കാര്യങ്ങളിൽ ഒന്നാണ് കരിസ്മാറ്റിക് നവീകരണം. സംശയമൊന്നുമില്ല. ഇന്ന് നിങ്ങളോട് ഈ ദൈവവചനം പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് സാധ്യമാക്കിയത് ഈ നവീകരണത്തിലൂടെയാണ്. പക്ഷേ ഈ നവീകരണത്തിൻ്റെ ഒരു ദൂഷ്യഫലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. എന്താണത്? 1900
90 മുതൽ അല്ലെങ്കിൽ 2000 വരെയുള്ള കാലഘട്ടത്തിലെ നവീകരണത്തെ ക്രിസ്തു കേന്ദ്രീവൽകൃതമെന്ന് ഞാൻ വിളിക്കും. 2000 മുതൽ 2010 വരെയുള്ള നവീകരണത്തെ ധ്യാനകേന്ദ്ര കേന്ദ്രീവൽകൃതമെന്ന് ഞാൻ വിളിക്കും. 2010 മുതൽ ഇന്നോളം വരെയുള്ള നവീകരണത്തെ ധ്യാനഗുരു കേന്ദ്രീവൽകൃതം എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ കുറേ പേർക്കെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് എനിക്കറിയാം. വാസ്തവം സത്യം ഇതാണ്. 2000 വരെയുള്ള എല്ലാ ശുശ്രൂഷകളും ധ്യാനങ്ങളും എല്ലാം തന്നെ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു, ക്രിസ്തുവിനെക്കുറിച്ചുള്ളതായിരുന്നു. അത് മാനസാന്തരത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. യാതൊരു സംശയവുമില്ല, നിസ്സംശയം പറയാം. എല്ലാ ധ്യാനങ്ങളും യേശു ഏകരക്ഷകനാണെന്ന് പഠിപ്പിച്ചു. അവന് വിശ്വസിക്കുന്നവന് പാപമോചനം ഉണ്ടെന്ന് പഠിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പഠിപ്പിച്ചു. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ രക്ഷാകരമായി ക്രിസ്തു കേന്ദ്രീവൽകൃതമായ ഒരു ജീവിതത്തെക്കുറിച്ച്, ഒരു ജീവിത ശൈലിയെക്കുറിച്ച് ഒക്കെ നമ്മളെ പഠിപ്പിച്ചു. 2000 വരെയുള്ള കാലഘട്ടം. ഒരു സംശയമില്ല. അല്ലെങ്കിൽ 1-2 വർഷക്കാലം കൂടിയൊക്കെ അസന്നിഗ്ധമായ യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് പറഞ്ഞു. 2000 തൊട്ട് 2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ ധ്യാനകേന്ദ്രത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ആ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയാലേ രക്ഷയുള്ളൂ. ഇന്ന ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷ കൂടിയാലേ ബന്ധനം വഴിയുള്ളൂ. മനുഷ്യനെ ബന്ധനങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ശാപത്തിലേക്കും അതിലേക്കും ഇതിലേക്കുമൊക്കെ യേശുക്രിസ്തുവിനേക്കാളും അവൻ്റെ പരിശുദ്ധമായ സഭയെക്കാളും അവൻ നേടിയെടുത്ത രക്ഷയെക്കാളും നിത്യജീവനേക്കാളും പ്രാധാന്യം കൊടുത്തത് ശാപത്തിനും പൈശാചിക ബന്ധനങ്ങൾക്കും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരണം. ചില ധ്യാനകേന്ദ്രങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളും അവിടുത്തെ പ്രോഗ്രാമുകളും ഒക്കെ മനുഷ്യൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചു. ധ്യാനകേന്ദ്രങ്ങൾ കേന്ദ്രീവൽകൃതമായ ഒരു ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിലുണ്ടായി. ധ്യാനകേന്ദ്രങ്ങളിൽ കേന്ദ്രീവൽകൃതമായ ഒരു ആധ്യാത്മികത പടുത്തുയർത്താൻ ബോധപൂർവമോ അല്ലാതെയോ പരിശ്രമങ്ങൾ നടന്നു. ഒരു പക്ഷേ കരിസ്മാറ്റിക് നവീകരണത്തിൽ നമ്മളാരും തിരിച്ചറിയാതെ പോയ പിശാചിൻ്റെ ഇടപെടലാണ് ധ്യാനകേന്ദ്ര അധിഷ്ഠിതമായ ആധ്യാത്മികത. ഇടവക അടിസ്ഥാനമുള്ള ഇടവക കേന്ദ്രീവൽകൃതമായ കുടുംബം കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികതയെ ഉപേക്ഷിച്ച് ധ്യാനകേന്ദ്രം കേന്ദ്രീവൽകൃതമായ ഒരു ആധ്യാത്മികതയ്ക്ക് അവിടെ തുടക്കം കുറിച്ചു. പിശാചിൻ്റെ ഒരു വലിയ ഇടപെടലാണ് എന്നതിൽ യാതൊരു സംശയമില്ല. 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തെ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. അത് ധ്യാനഗുരു കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ട്, ആശ്ചര്യത്തോടെ നിന്നിട്ടുണ്ട്, ചിലപ്പോൾ വേദന തോന്നിയിട്ടുണ്ട്, കരച്ചിൽ വന്നിട്ടുണ്ട്, ചിലരോട് അറിയാണ്ട് ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ന് എൻ്റെ കുടുംബത്തിൽ കഞ്ഞി വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചില കൗൺസിലർമാരാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത നൃത്യങ്ങൾ നിർവഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന ചില കൗൺസിലർമാരാണ്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പ്രായോഗികമായി എനിക്ക് ചിന്തിക്കാൻ പോലും ഒരു കഴിവില്ലാത്ത തരത്തിലേക്ക് ഞാൻ അധമതിച്ചു പോയി. ചില കൗൺസിലർമാർ ചിലരുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൻ്റെ മുഴുവൻ താക്കോല് കൂട്ടി കൈപ്പിടിച്ചിരിക്കുക. ചില മനുഷ്യർ അതിന് അടിമപ്പെട്ടു പോവുകയാണ്. ചിലർ പറയും, പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറഞ്ഞേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ആരുടെയും കുത്തകയല്ല. ഒരു ധ്യാനഗുരുവിൻ്റെയോ ഒരു കൗൺസിലറുടെയോ കുത്തകയല്ല പരിശുദ്ധാത്മാവ്. അത് ദൈവ മക്കൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ ആധ്യാത്മികത
ഇവിടെ വളർച്ച എന്ന് പറയുക ദൈവസന്നിധിയിൽ അവനിരുന്ന് പ്രാർത്ഥിച്ച് അവൻ തീരുമാനമെടുക്കണം. ധ്യാനഗുരു എടുക്കുന്ന തീരുമാനം അനുസരിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഒരു കൗൺസിലർ എടുക്കുന്ന തീരുമാനം അനുസരിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നീ നിൻ്റെ ദൈവസന്നിധി, നിൻ്റെ ദൈവത്തിൻ്റെ അരികിൽ നീ ഇരുന്ന് നിന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുൻപിൽ നീ ഇരുന്ന് ആ ദൈവസ്വരം കേട്ട് നീ തീരുമാനമെടുക്കണം നിൻ്റെ ജീവിതത്തിൻ്റെ. കൗൺസിലറോട് പ്രാർത്ഥിക്കാൻ പറയാം, ധ്യാനഗുരുക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പറയാം, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാം, അവരോട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നീയാ. പലർക്കും പറ്റിയത് എന്താണ്? കൗൺസിലർ പറഞ്ഞ് ബിസിനസ് തുടങ്ങിക്കോ, ബിസിനസ് പൊളിഞ്ഞു പോയി. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് കൗൺസിലർ പറഞ്ഞുകൊണ്ടാണ്, മെസ്സേജ് കിട്ടിയതുകൊണ്ടാണ്. പലരും പഠിക്കാൻ പോയത് മെസ്സേജ് അനുസരിച്ചാണ്. ആരുടെ മെസ്സേജ്? പലരും ജോലി ഉപേക്ഷിച്ചത് മെസ്സേജ് അനുസരിച്ചാണ്. ചിലർ ജോലിക്ക് പോയത് മെസ്സേജ് അനുസരിച്ചാണ്. അപ്പോൾ പല വിധത്തിൽ തകർച്ചകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? അയ്യോ, ആ ധ്യാന കേന്ദ്രത്തിൽ ആ കൗൺസിലർ പ്രാർത്ഥിച്ച് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ആ കൗൺസിലർ പ്രാർത്ഥിച്ച് പറഞ്ഞതല്ല അച്ചട്ടാ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നൊരു വഴിയത്. വിശ്വാസരാഹിത്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നൊരു വഴിയത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഒരു കൗൺസിലറല്ല നിൻ്റെ ജീവിതത്തിന് തീരുമാനം എടുക്കണ്ടേ. ഒരു ധ്യാനഗുരു അല്ല നിൻ്റെ ജീവിതത്തിന് തീരുമാനം എടുക്കേണ്ടത്. നിൻ്റെ ജീവിതം നിൻ്റേതാ. അത് നീയും ദൈവവും തമ്മിൽ ഒന്നിച്ച് തീരുമാനം എടുക്കണം. ദൈവസന്നിധിയിലിരുന്ന് നീ തീരുമാനം എടുക്കണം. ഇവിടെ നിന്ന് പല ധ്യാനഗുരുക്കന്മാരും ആൾ ദൈവങ്ങളായിട്ട് മാറിയിരിക്കും. ചിലർ പറയും പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് പല ധ്യാനഗുരുക്കന്മാരും പല പ്രബോധനങ്ങളും ലോകത്തിൽ നൽകുമ്പോൾ സഭയുടെ പ്രബോധനങ്ങൾക്ക്, സഭയുടെ പാരമ്പര്യത്തിന്, വിശുദ്ധ ഗ്രന്ഥത്തിന് യാതൊരു വിധത്തിലും വില കൊടുക്കാതെ സ്വന്തം പ്രബോധനങ്ങളെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അവരെ നിരാശരും ദുഃഖിതരുമാക്കി മാറ്റുന്ന ധ്യാനഗുരുക്കന്മാർ, അവരിൽ നിൻ്റെ ജീവിതം നീ കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു നടക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിശ്വാസികൾ ആത്മാർത്ഥതയോടെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തുവിൽ കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികതയ്ക്ക് നിലനിൽപ്പുള്ളൂ. നിങ്ങൾ ധ്യാനഗുരുവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുടെ പിന്നാലെ കടന്നു പോകരുത്. സഭയുടെ പ്രബോധനങ്ങൾക്കും സഭയുടെ പാരമ്പര്യങ്ങൾക്കും സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിനും വിരുദ്ധമായ പ്രബോധനങ്ങളും പരാമർശങ്ങളും നടത്തുന്ന ധ്യാനഗുരുക്കന്മാർ എത്ര വലിയ ആൾ ദൈവങ്ങളാണെങ്കിലും തിരസ്കരിക്കേണ്ട സമയമായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ കാലഘട്ടത്തിൻ്റെ സത്യം പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൽ കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികതയിൽ നിന്ന് മാറി കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികതയും ധ്യാനഗുരുക്കന്മാരും കൗൺസിലർമാരും കേന്ദ്രീവൽകൃതമായ ആധ്യാത്മികതയുമാണ് നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടത് നല്ലതാണ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു നടക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇത് മനുഷ്യന് സ്വാതന്ത്ര്യത്തെക്കാൾ ഒരു ഭയമാണ്. ഒരു ധ്യാനഗുരു പറയും, ഒരു കൗൺസിലർ പറയും, കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ശാപമാണ്. അനേകം കൗൺസിലർമാർ പറയും ഇത് കൂടോത്രം ചെയ്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വ്യക്തമായി അറിയാവുന്ന പല കുടുംബങ്ങളെയും സഹോദര ബന്ധങ്ങളെപ്പോലും ജ്യേഷ്ഠനുജന്മാരും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലും എത്രയോ കൗൺസിലർമാർ നശിപ്പിച്ചിട്ടുണ്ട്. എന്താ?
ചേട്ടനോട് പറയും നിൻ്റെ തകർച്ചയുടെ കാരണം അനിയൻ കൂടോത്രം ചെയ്തതാണ്. ആങ്ങളോട് പറയും നിൻ്റെ തകർച്ചയുടെ കാരണം പെങ്ങൾ കൂടോത്രം ചെയ്തതാണ്. ഇങ്ങനെ തകർന്ന എത്ര കുടുംബങ്ങൾ. എന്നിട്ട് കൗൺസിലർ ചിലർ കൂടോത്രം എടുക്കാൻ നടക്കുന്നു, ചിലർ ബന്ധനം അഴിക്കാൻ നടക്കുന്നു. എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണേ ഈ ആധ്യാത്മികതയുടെ പേരിൽ. ഇതാണോ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്? ഇതാണോ ക്രൈസ്തവ ആധ്യാത്മികത? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇതിനെയൊക്കെ ഭയപ്പെടുന്നത്? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധ്യാനകേന്ദ്രം അധിഷ്ഠിതമായ ധ്യാനഗുരുക്കന്മാരിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ആധ്യാത്മികതയിലേക്ക് തിരിച്ചു നടക്കേണ്ട കാലഘട്ടമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയങ്ങളൊക്കെ അല്പം നമുക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വളരെ പ്രസക്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഭയോടും വിശുദ്ധ ഗ്രന്ഥത്തോടും സഭയുടെ പാരമ്പര്യങ്ങളോടും ഒക്കെ നമ്മൾ കൂടുതൽ ആഭിമുഖ്യം പുലർത്തേണ്ട കാലഘട്ടമാണിത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിലേക്ക് നമ്മളെ വഴി നടത്തുവാനായിട്ട് ബ്രദർ പരിശ്രമിക്കുകയായിരുന്നു. അത് നമുക്ക് ബോധ്യപ്പെടാം. അപ്രകാരം സഭയോടും സഭയുടെ പാരമ്പര്യങ്ങളോടും വിശുദ്ധ ഗ്രന്ഥത്തോടുമൊക്കെ കൂടുതൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജനജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ എഴുന്നേൽക്കുന്ന സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങളുടെ കുടുംബജീവിതത്തെയും സഭാജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും എല്ലാം കർത്താവേ നിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈ നാളുകളിലൂടെയൊക്കെ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പാളിച്ചകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പൊറുക്കണമേ. കർത്താവേ, നിന്നിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പലതരത്തിലുള്ള മിസ്ഗൈഡിങ് മൂലം ഞങ്ങൾ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ നിന്നിൽ നിന്നും അകന്ന് വ്യക്തികളിലേക്കും മറ്റ് പ്രസ്ഥാനങ്ങളിലേക്കുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിനെയൊക്കെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. കർത്താവെ, മടങ്ങി വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിന്നിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് നിന്നോട് ചേർന്നിരുന്നുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും നൽകിയാലെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അതിന് വേണ്ട വിവേകവും ബുദ്ധിയും ജ്ഞാനവും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. വീണ്ടും വിചാരത്തോടുകൂടി നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആ ഒരു ത്രിത്വദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേക്കാരാധനാ സ്തോത്രമേകിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേക്കാരാധനാ സ്തോത്രമേകിടുന്നു. എന്നേരവും ഞങ്ങൾ അങ്ങേക്കാരാധനയും പുകഴ്ചയുമേകിടുന്നു. എന്നേരവും ഞങ്ങൾ അങ്ങേക്കാരാധനയും പുകഴ്ചയുമേകിടുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 5-ാം ദിവസം സമാപിക്കുകയാണ്. ഈ ദിവസം ബ്രദറിലൂടെ നമ്മൾ കേട്ട വചനങ്ങളും വചന സന്ദേശങ്ങളും
നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ പ്രായോഗികമാക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകിയ നല്ല ചിന്തകളാണ്. നമുക്ക് നല്ല ബോധ്യങ്ങളിലേക്ക് വളരാം. ക്രിസ്തു കേന്ദ്രീകൃതമായ, സഭാകേന്ദ്രീകൃതമായ, വചനാധിഷ്ഠിതമായ ഒരു നല്ല ആധ്യാത്മികതയുടെ അടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കുവാൻ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും കരുതലും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.